ഈ മാസത്തെ ടാർഗറ്റ് ഫുള്ളായാ? ഇല്ല. ഫുഡ് കഴിച്ചാ? ആ അതെങ്കിലും നടക്കണ്ടല്ല. എന്താണ് ഒട്ടകാക്ക? ഇപ്പാവും നാട്ടിക്ക് പോണം. പൊക്കൂടെ നിന്നാരെങ്കിലും പിടിച്ചു വെച്ചിട്ടാ? ഇയാളിത് മൊത്തം കൊളാക്കും. എവിടത്തേക്കാ? എവിടെയും തേക്കാനല്ല, ഇതേതാ ഈ ബുൾഗാൻ വെച്ച മുട്ട. അത് ഇവിടുത്തെ മുതലാളിയാണ്. ഞാൻ കുട്ടീനോടൊരു കാര്യം പറയട്ടെ, ഈ മുതലാളിനെ മാറ്റുകയാണെങ്കിൽ കുട്ടി രക്ഷപ്പെടും. ടിക്കറ്റ് എടുക്കാമെന്നാ നീ ടിക്കറ്റ് എടുത്താൽ മതി, എന്നെ എടുക്കാൻ നിൽക്കണ്ടാട്ടാ. ഒട്ടക്കാക്ക ഇങ്ങനെ പോയ എന്റെ ടാർഗറ്റ് ഈ കൊല്ലം തികയൂല. അവൻ പറഞ്ഞിട്ടില്ലേ? അതിനെന്താ? ഞാൻ ടിക്കറ്റ് ഒന്ന് വെറുതെ നോക്കാൻ വേണ്ടി വന്നതാ. ഈ ചങ്ങായി ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണില്ല. അയ്യടാ, മൊട്ടക്കാക്ക ആന്റെ കസ്റ്റമർ പോണ്. മോനേടാ ഇങ്ങോട്ട് വന്നേടാ, ഒരു കാര്യം പറഞ്ഞേ. എന്തിയടാ? ഒന്നുമില്ലടാ. എന്നാ ഞാൻ പൊക്കോട്ടടാ. അല്ല പോലടാ. എത്ര വർഷമാടാ നീ നാട്ടിൽ പോയിട്ട്? 6 മാസം. 6 മാസമായിട്ട് നീ നാട്ടിൽ പോയിട്ടില്ല? നിന്റെ കല്യാണം കഴിഞ്ഞാണോ? ആ കഴിഞ്ഞാണ്. കണ്ടാ തോന്നൂലാട്ടാ, ചുള്ളൻ. എല്ലാരും പറയും. കുട്ടികൾ? അല്ല, ഞാനതിന് സ്കൂളൊന്നും നടത്തണില്ല. അതല്ല, നിനക്ക് എത്ര കുട്ടികളാ? 1.5 വയസ്സായ ഒരു പെൺകുട്ടി. 6 മാസമായിട്ട് കുട്ടീനും ഭാര്യനും ഉമ്മാനെയും ഒക്കെ കാണാണ്ട് നീ ഇവിടെ ഇങ്ങനെ നിൽക്കാ? എന്ത് ചെയ്യാനൊക്കെ അജില് പൈസ വേണ്ടേ? എടാ നീ അതിനെന്തിനാടാ വിഷമിക്കണത്? നിസ്സാര പൈസക്ക് ഞാൻ നിന്റെ നാട്ടിലൂടെ. അതിനെല്ലാം ഇഷ്ടം പോലെ ഓഫറുകളും പോരാത്തിന് ടാപ്പിയുള്ളത്. മോളെ ഒരു ടിക്കറ്റ് എടുത്തോളൂ. ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളൊരു ക്രൂരനാണ് എന്ന്. പക്ഷെ പിന്നല്ല മനസ്സിലായത്, ക്രൂരമുഖം ശുദ്ധമായ ഹൃദയമുള്ളൊരു പാൽപ്പേടയാണെന്ന്. ഇന്ന് രാത്രി 12 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ സാറ് 9 മണിയാകുമ്പോൾ തന്നെ എയർപോർട്ടിൽ എത്തണം കേട്ടാ. ഇത്ര പെട്ടെന്ന് ഇത് കജ്ജ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ അവലോസുണ്ടിയും ഹൽവിയും കൊണ്ടുണ്ട്. താങ്ക് യു. ടാർഗറ്റ് ഫുള്ളായില്ലേ? ആ അതിന് ഞാൻ വേണ്ടി വന്നു. ഏ